5 ദിവസങ്ങൾ 50 കോടി രൂപ. ലോകമൊട്ടാകെയുള്ള തിയേറ്ററുകളിൽ നിന്നും 50 കോടി രൂപ കളക്ട് ചെയ്തുകൊണ്ട് നിവിൻ പോളി ചിത്രമായ സർവമായ മുന്നോട്ട് പോവുകയാണ്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിജയം പോലെ നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആരുടെയും കുറ്റമല്ല. കാരണം 2019 ലവ് ആക്ഷൻ ഡ്രാമ പോലൊരു ഹിറ്റ് പടം ചെയ്ത നിവിൻ പോളി അതിനുശേഷം ഏകദേശം 6 വർഷങ്ങൾ കാത്തിരിക്കുകയാണ് തന്നെ തിയേറ്ററിൽ നിന്ന് ഒരു ഹിറ്റ് വിജയം നേടാനായിട്ട്. ഒരുപക്ഷെ യൂത്തന്മാർക്ക് പലർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. 6 വർഷം അത്രയും നീണ്ട കാലയളവാണ് സിനിമാ മേഖലയിൽ സംബന്ധിച്ചിടത്തോളം. എന്തിനേറെ പറയണം, 2 സിനിമകൾ കഴിഞ്ഞ് ഔട്ടാകും എന്ന് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് 6 വർഷം എത്ര വലിയ നീണ്ട ഇടവേളയാണെന്ന് പറയേണ്ടതില്ലല്ലോ. മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും മാറാൻ ഈ 6 വർഷമൊക്കെ ധാരാളമാണ്. പക്ഷേ നിവിൻ പോളിക്ക് മലയാളി പ്രേക്ഷകരുടെ ആ സ്ഥാനം ഒന്ന് മാറണമെങ്കിൽ കുറച്ചധികം വർഷം പിടിക്കും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളും കൂടിയാണ് സർവമായയുടെ വിജയം. ഇത്രയും കാത്തിരുന്ന ഒരു നടൻ്റെ തിരിച്ചുവരവ് മലയാളി പ്രേക്ഷകർക്ക് വേറെ ഉണ്ടായിട്ടില്ല. ഇത്രയധികം കാത്തിരുന്ന ആ മനുഷ്യൻ്റെ സിനിമ തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ ഒന്ന് പൊട്ടിച്ചിരിച്ച് സന്തോഷിച്ച് തിയേറ്ററിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ച ഒരു നടന് വേറെ ഉണ്ടാകില്ല. ഒരു യുവനടൻ എന്നല്ല, ഒരു നടൻ വേറെ ഉണ്ടാവില്ല. അത്രമാത്രം പേഴ്സണലാണ് നിവിൻ പോളിയുടെ വിജയം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ തിയേറ്റർ റെസ്പോൺസുകൾ എടുക്കുമ്പോൾ പോലും പല പ്രേക്ഷകരും സന്തോഷത്തോടു കൂടി വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത്, ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന സിനിമ, നിവിൻ പോളി ഇങ്ങനെ അഭിനയിച്ചാൽ മതി, ഇതുപോലെ എൻ്റർടൈൻമെൻറ്റ് കോമഡി സിനിമകൾ കൊണ്ടുവന്നാൽ മതി എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു പ്രേക്ഷകരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നിവിൻ പോളി എന്ന നായകനെ എത്രമാത്രമാണ് അവർ കൊതിച്ചിരുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ നിവിൻ പോളിയുടെ കംബാക്ക് എന്ന് പലരും പറയുമെങ്കിൽ പോലും നിവിൻ പോളിയുടെ കംബാക്ക് തന്നെയാണ്. ബോക്സ് ഓഫീസിൽ നിവിൻ പോളിയുടെ കംബാക്കാണ്. പക്ഷേ ഇതിനിടയിൽ നിവിൻ ചെയ്ത കഥാപാത്രങ്ങൾ പലതുണ്ട്. അതൊന്നും തിയേറ്ററുകളിൽ ഹിറ്റായില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിവിൻ്റെ ആ കഥാപാത്രങ്ങൾ വളരെ രസമുള്ള കഥാപാത്രങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ OTTയിൽ റിലീസ് ചെയ്ത കരകം കാമിനി കലഹം എന്ന സിനിമയായാലും തിയേറ്ററിൽ വന്ന മഹാവീര്യർ എന്ന സിനിമയായാലും ഇതൊക്കെ നല്ല എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള പടങ്ങളാണ്. ഇപ്പോൾ പടവെട്ട് പോലൊരു സിനിമയായാലും അല്ലെങ്കിൽ നിവിൻ്റെ തന്നെ പല രീതിയിലുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ രാമേന്ദ്ര ഭൂസാനിക്കോ എന്ന സിനിമ വന്നു, പക്ഷേ അതൊന്നും തിയേറ്ററിൽ വലിയ വിജയം ഉണ്ടാക്കിയതില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ കാലയളവിൽ നിവിൻ ചെയ്ത പല കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. നിവിൻ പലതരത്തിലുള്ള വേഴ്സിറ്റാലിറ്റി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള കഥാപാത്രങ്ങളുമായി മുന്നോട്ട് വരാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ കൊളുത്തിയിട്ടില്ല പ്രേക്ഷകരുടെ മനസ്സിൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിവിൻ്റെ കംബാക്കിന് വേണ്ടി പലരും കാത്തിരുന്നത്. തുറമുഖം പോലൊരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ തന്നെ പെട്ട പാട് എല്ലാവർക്കും അറിയാം. അതിനുശേഷം പോലും പ്രേക്ഷകർ ആ സിനിമയെ സ്വീകരിക്കാത്തതും നമ്മൾ കണ്ടതാണ്. നിവിൻ അങ്ങനത്തെ സീരിയസ് കഥാപാത്രങ്ങളായിട്ടൊന്നും പ്രേക്ഷകർക്ക് വീണ്ടും അങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. വളരെ ജോവിയലായിട്ടുള്ള അങ്ങ് ഓടുന്നതും ചാടുന്നതും പറക്കുന്നതും ചിരിക്കുന്നതും ചെറിയ ചെറിയ നിവിന് മാത്രം ഇടാൻ പറ്റുന്ന ചില ഹ്യൂമറും ഇതൊക്കെ തന്നെ പ്രേക്ഷകർക്ക് മതി. അത് അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നത് തെളിയിക്കുന്നത് കൂടിയാണ് സർവമായ. ഒരുപക്ഷെ സർവമായ നിങ്ങൾക്ക് ഒരു പൊട്ടിച്ചിരികളാൽ സമ്പന്നമായ ഒരു സിനിമ ആയിരിക്കണമെന്നില്ല. കാരണം ത്രൂ ഔട്ട് ചിരിക്കാൻ കഴിയുന്ന, ത്രൂ ഔട്ട് പൊട്ടിച്ചിരിയുടെ പല ഫ്ലേവേഴ്സ് നൽകുന്ന ഒരു സിനിമയല്ല സർവമായ. പക്ഷേ ഉടനീളം ഒരു ചിരി കൊണ്ടുവരാൻ സാധിക്കുന്ന, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം പൊട്ടിച്ചിരിക്കാൻ കഴിയുന്ന മൊമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. പക്ഷേ അത് മതി. പ്രേക്ഷകർക്ക് അതുകൊണ്ട് സമ്പന്നമാണ്. അവർക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. കാരണം അത്രയും നാൾ അവർ കാത്തിരുന്ന ആ നിവിൻ പോളിയുടെ ചെറിയ ചെറിയ ഷെയ്ഡ്സ് അവർക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ്. നിവിനെ നമ്മൾ അങ്ങനത്തെ തടി, ബോഡി ഷേമിങ് ചെയ്യുന്നതല്ല, അത്രയും വലിയ തടിയിലൊന്നും അല്ലാതെ കുറച്ചുകൂടെ സ്ലിമ്മായി നിവിനെ കാണുമ്പോൾ തന്നെ കുറച്ചുകൂടെ ഗ്രേസ്ഫുള്ളായി കാണാൻ സാധിക്കും. ആ മിഖായിൽ നിന്നും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോൾ തന്നെ പല പ്രേക്ഷകർക്കും ഉള്ളിനുള്ളിലൊരു സന്തോഷമുണ്ട്. ഇതെല്ലാം അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പല തിയേറ്റർ റെസ്പോൺസുകളിലും അവർ പറഞ്ഞ വാചകങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ നിവിനെ ഭയങ്കര സന്തോഷത്തോടുകൂടി ഭയങ്കര രസകരമായിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലരും വരുന്നത്. ഓരോ വർക്കിംഗ് ഡേയ്സിൽ പോലും, ഇപ്പോൾ ക്രിസ്മസ് ഹോളിഡേയ്സ് ആണെന്ന് പറഞ്ഞാൽ പോലും പലർക്കും ഇപ്പോഴും വർക്കിംഗ് ദിവസങ്ങളാണ്. അതിൽ പോലും നിങ്ങൾ തിയേറ്റേഴ്സിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഹൗസ്ഫുൾ ബോർഡുകൾ തൂക്കിയിരിക്കുന്നത്. കാരണം ആ നിവിനെ അത്രമാത്രം പ്രേക്ഷകർ ആഗ്രഹിച്ചു. ഒരു പക്ഷേ ജനപ്രിയ നായകൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ടാഗ് ലൈനിൽ നിവിൻ പോളി എത്തിയെന്ന് പറയാനുള്ള കാരണവും അത് തന്നെയാണ്. 6 വർഷത്തെ ഗ്യാപ്പ്, 6 വർഷമായി അദ്ദേഹം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം പരാജയങ്ങളാണ്. അതെല്ലാം പൊട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പടങ്ങൾ ഇങ്ങനെ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പറയാറുണ്ട്, ഒരു നടൻ അയാളുടെ സിനിമകൾ 3ഉം 4ഉം ഒക്കെ പരാജയമായി മാറുമ്പോഴേക്കും അയാൾ ഫീൽഡ് ഔട്ട് ആവുന്ന കാഴ്ച നമ്മൾ എത്ര എണ്ണം കണ്ടിട്ടുണ്ട്. ഒരു പീക്കിൽ നിൽക്കുന്ന ടൈമിൽ അടുപ്പിച്ച് 3-4 സിനിമകൾ പരാജയമായതിനു ശേഷം സിനിമകൾ പോലും കിട്ടാതിരിക്കുന്ന നായകനെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്നിട്ട് പോലും മലയാളി പ്രേക്ഷകർ ഇയാളെ ഫീൽഡ് ഔട്ട് ആക്കാനോ ഇയാളെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാനോ ഇപ്പോഴും തയ്യാറായിട്ടില്ല. കാത്തിരുന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കാത്തിരുന്നാണ് 6 വർഷങ്ങൾക്ക് ശേഷം നിവിൻ വരുന്നത്. ഒരുപക്ഷെ നിവിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് നിവിൻ്റെ സുഹൃത്തായ അജു വർഗീസ് ആയിരിക്കും. കാരണം ഇത് പറയാനുള്ള കാരണം, അജു ഇതിന് ശേഷം സിനിമയുടെ റിലീസിന് ശേഷം ദുബായിൽ പോയിട്ട് നിവിനെ
ഉമ്മ വെച്ചതും അല്ലെങ്കിൽ ഈ കംബാക്ക് നമ്മൾ ആഗ്രഹിച്ചിരുന്നതല്ലേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റിൽ നിവിനും അജു വർഗീസും കെട്ടിപ്പിടിക്കുന്ന ആ ഒരു ഫോട്ടോ എടുത്ത് അജു പോസ്റ്റ് ചെയ്തതായിക്കോട്ടെ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഐ എം ബാക്ക് ബേബി എന്ന് നിവിൻ പോളി വിളിച്ചു പറയുന്ന തിയേറ്ററിനകത്തുള്ള രംഗം തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്ത അജു വർഗീസ് ഈ ഒരു ദിവസം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുന്നതായിക്കോട്ടെ, ആ ഒരു സുഹൃത്ത് ബന്ധം വല്ലാത്ത രീതിയിൽ നിവിൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിവിൻ തിരിച്ചു വരണമെന്ന് ഏറ്റവും കൂടുതൽ നിവിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച ഒരു പക്ഷേ അജു വർഗീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ പേഴ്സണലാണ്. ഈ അജു വർഗീസ് എന്ന സുഹൃത്തിന് തോന്നിയതുപോലെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും നിവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ഓഡിയൻസിനൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വിജയം നമുക്ക് എല്ലാവർക്കും പേഴ്സണലാണ്. ഒരു നായക നടൻ പോലും ഇങ്ങനെ തിരിച്ചു വരണം അല്ലെങ്കിൽ കംബാക്ക് നടത്തണമെന്ന് നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. ബോക്സ് ഓഫീസിൽ ഇത്രയും വലിയ ചലനം ഒരു നായകൻ സൃഷ്ടിക്കണമെന്ന് നമ്മൾ ആരും ഇത്രയും അധികം ആഗ്രഹിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് നിവിൻ പോളിയാണ്. അത് നിവിൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം തോന്നുന്നത്. നിവിൻ ചെയ്ത കഥാപാത്രങ്ങൾ കാരണമാണ് തോന്നുന്നത്. ഓർമ്മ വരുന്നത് പല സിനിമകളാണ്. ഞണ്ടുകളുടെ നാട്ടിലായാലും വടക്കൻ സെൽഫി ആയാലും പ്രേമമായാലും നേരമായാലും, അല്ലെങ്കിൽ തുടങ്ങുന്ന രീതിയിൽ അങ്ങ് മലർവാടി തൊട്ട് ഓം ശാന്തി ഓശാന വഴി കറങ്ങിപ്പോയി എത്രയോ സിനിമകൾ നമ്മൾ ഇങ്ങനെ റോളർ കോസ്റ്റർ റൈഡിലൂടെ പോകുന്ന നിവിൻ്റെ ഓർമ്മകൾ, ചിരികൾ, സിനിമകൾ ഒക്കെ തന്നെ നമ്മുടെ ഓർമ്മകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ നടനെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റാൻ നമുക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സർവമായ കാണാൻ വേണ്ടിയിട്ട് കൊള്ളാവോ, പോസിറ്റീവാണോ, എന്നാൽ നേരെ തിയേറ്ററിലോട്ട് പോവാം എന്ന് പറഞ്ഞുള്ള ഒരു ആരാധകരെക്കാൾ കൂടുതൽ മലയാളി പ്രേക്ഷകർ നമ്മൾ കാണുന്നത്. നിവിൻ്റെ പടമാണോ, പോസിറ്റീവ് ഉണ്ടോ, എന്നാൽ പോവാം, എത്രേ ഉള്ളൂ. കാരണം ആ പോസിറ്റീവ് ഉണ്ടോ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ നാളുകളായി കാത്തിരുന്നത്. ആ പോസിറ്റിവിറ്റി കിട്ടി, ആ പോസിറ്റിവിറ്റി വന്നു, ആ പോസിറ്റീവ് റിപ്പോർട്ടുകൾ വന്ന പാടെ തിയേറ്ററുകളിലേക്ക് പോകുന്ന പ്രേക്ഷകരെ കാണാനും സാധിച്ചു. സോ അതാണ് ഒരുപക്ഷെ നിവിൻ എന്ന നായകനെ ഒരു ജനപ്രിയ നായകനാക്കി മാറ്റുന്നതും ഇത്രയധികം ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു നായകനായി, ഒരു യുവനായകനായി മാറുകയും ചെയ്യുന്നതും അങ്ങനെയാണ്. നിവിൻ പറഞ്ഞതുപോലെ അടുത്ത വർഷം ഇനി എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് നിവിൻ പറയുമ്പോൾ അങ്ങനെ മാത്രം മതി എന്നുള്ളതാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം.